ഷിൻചാൻ ഇത് ഇന്നലെ തൊട്ട് മഴയാണല്ലോ, ഇതുവരെയായിട്ട് നിന്നിട്ടില്ലല്ലോ. നീ നമ്മുടെ സിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. ഇത് എന്താന്ന് കഴിച്ച് ഇന്നലെ തൊട്ട് മഴയാണ്. ഇവിടെ ഇതുവരെയായിട്ട് ഈ മഴ നിന്നിട്ട് തന്നെയല്ല. മണുകുണാഞ്ച അവർക്കൊന്നും സ്കൂളില്ല. ലോസ് ആൻഡേഴ്സ് മൊത്തം അവധിയാണ്. പ്രത്യേകിച്ച് പിന്നെ അവർക്കും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പൊ എന്താണ് കേസ്, നമുക്ക് ഇന്ന് ജോലിക്ക് പോകേണ്ടിയാണ്. ഇന്ന് ജോലിയും ക്യാൻസൽ ആക്കി. സംഭവം എന്താ വെച്ചാ ഇന്നല്ല നമ്മള് ലോസ് ആൻഡേഴ്സ് മൊത്തം ഓഫാ. കാരണം ഒന്നും ഇവിടെ ഒരു കട പോലും തുറക്കൂല, അത്രക്കും മഴയാണ്. രാവിലെ ന്യൂസിലൊക്കെ പറഞ്ഞിരുന്നു ഇവർക്ക് തണുക്കണമെന്നില്ലാണോ ഇത്രയും മഴയത്ത് ഇവിടെ നിന്നിട്ട്. എന്ത് ചെയ്യാൻ, നമ്മളെ ഗാർഡ്സ് അല്ലേ, അതുകൊണ്ട് ഞാൻ അവർക്കെല്ലാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എവിടെ ഷിൻചാൻ അവിടെ വരുന്നുണ്ട്. നമുക്കൊന്ന് സിറ്റി വരെ ഒന്ന് പോയിക്കിട്ട് വരാം. സിറ്റിയിലല്ലേ, നമുക്ക് ആ ബീച്ചിന്റെ അവിടെ വരെ പോയിക്കിട്ട് വരാം. ഷിൻചാനെ കൊണ്ടുപോകണം ഗൈസ്. ഷിൻചാനെ കൊണ്ടുപോകണം സേഫ് അല്ല, ഇതിൽ കൊണ്ടുപോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അടി വരെ പോയിട്ട് വരാം. പക്ഷെ ഷിൻചാനൊന്ന് വന്ന് വണ്ടി കയറി ഗൈസ്. നമ്മളെ ഒരു വണ്ടി അവിടെ നാശമാക്കി എടുക്കണ് ഗൈസ്. അത് നമ്മളെ ഗാർഡേ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയതാ. ചെങ്ങായി കൊടുന്ന വെച്ചാൽ കോലാണ് കാണുന്നത്. എന്താ ചെയ്യവന്മാരൊക്കെ. നമുക്ക് നല്ല നടി വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്താ അവസ്ഥ എന്നൊക്കെ നോക്കണ്ട. നിങ്ങൾ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചേക്കിട്ട്. ലൈക്ക് ടാർഗറ്റ് 20 likes ആണ് ടാർഗറ്റ് വെക്കുന്നത്. അയ്യോ സോറി. ചെങ്ങായിന് ജസ്റ്റ് ഒന്ന് പോയി തട്ടിയിട്ടുണ്ട്. അതൊന്നും ആൾക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അവർക്കൊക്കെ അത് ഡെയിലി പരിചയമായിട്ടുണ്ട്. ഇത്ര മഴ പെയ്തിട്ട് ഇവിടെ വെള്ളപ്പൊക്കൊന്നും വന്നിട്ടില്ല. നമ്മള് കുറച്ചുകൊണ്ട് പോയാൽ ബീച്ചാണ്. പക്ഷെ ബീച്ചിന്റെ സൈഡിൽ ഉണ്ടായിട്ട് നമുക്ക് ഇതുവരെയായിട്ട് ഇവിടെ വെള്ളപ്പൊക്കൊന്നും വന്നിട്ടില്ല. 1 minute ഗൈസ്. ഈ വീടിന്റെ ബാക്കിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ടോ നോക്കട്ടെ. സംഭവം എന്താ വെച്ചാൽ ഈ വീടിന്റെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുണ്ടാവില്ല. ഇതിന്റെ തൊട്ടപ്പുറത്താണ് ബീച്ച് വരുന്നത്. അപ്പൊ അവിടുന്ന് ഇവിടേക്ക് വെള്ളം ആദ്യം വരാറുണ്ട് ഗൈസ്, വെള്ളപ്പൊക്കമൊക്കെ ആയാല്. പക്ഷെ ഇവിടെ വെള്ളം ആയിട്ടില്ല. ഒന്നും വെള്ളം അധികം നിറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഷിൻചാനെ പിടിച്ചിരുന്നു. അയ്യോ ഭാഗ്യമുണ്ട്, വെള്ളത്തേക്ക് വീണില്ല. പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലടാ. വണ്ടിയുടെ ബ്രേക്ക് എന്തോ ആയി തോന്നുന്നു, പിടിച്ചിട്ട് നിന്നില്ല. എന്നിട്ട് അവിടുന്ന് അരഞ്ഞും കൊണ്ട് വന്നതാണ്. കുഴപ്പമില്ല, നമുക്കൊരു ക്രെയിൻ വിളിച്ചിട്ട് കരയെ കയറ്റാം. അപ്പൊ നമുക്ക് നേരെ പോയി കരയെ കയറാം. നീ നോക്കി വായോ, എനിക്ക് നീന്തൽ പഠിപ്പിച്ചെന്നോണ്ട് ഭാഗ്യമുണ്ട്. എനിക്ക് നല്ല വിഷമൊക്കെ ഉണ്ട്. പക്ഷെ പോട്ടറ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, വണ്ടി പോയില്ലേ. എന്നാലും എന്റെ വണ്ടി പോയി ഗൈസ്. എങ്ങനെയും എടുക്കും ഞാന് ആ വണ്ടി, എങ്ങനെയും എടുക്കാടെ. നമുക്ക് ഇപ്പൊ കരയുണ്ട്, നമുക്ക് സെറ്റാക്കി എങ്ങനെയും. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവായോ. സിറ്റിയിൽ നിർത്താത്ത മഴ കാരണം സുനാമിക്ക് ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പഞ്ചായത്ത് ഓഫീസിലോട്ട് എത്തിച്ചെല്ലേണ്ടതാണ്. വീണ്ടും പറയുന്നു, സിറ്റിയിൽ നിർത്താത്ത മഴ കാരണം സുനാമിക്ക് ചാൻസ് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പഞ്ചായത്ത് ഓഫീസിലോട്ട് എത്തിച്ചെല്ലേണ്ടതാണ്. എല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നേരെ പഞ്ചായത്ത് ഓഫീസിലോട്ട് എത്തിച്ചെല്ലേണ്ടതാണ്. അത് കേട്ടോ, നമ്മുടെ സിറ്റിയിൽ ഏത് സുനാമി വരുന്നുണ്ടെന്ന് പോലും. അത് വാങ്ങിക്കാനേ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോണോ? വായി നമുക്ക് പോയിട്ട് വരാം. എന്താന്ന് നോക്കണ്ടേ. പൊട്ട സുനാമി എന്ന് പറഞ്ഞാലേ ആരും ഇല്ല. നമ്മള് വെള്ളപ്പൊക്കണ്ടല്ലോ, പ്രളയം, അത് വരുന്നുണ്ടെന്ന് പോലും. എങ്ങനത്തെ ഒരു പൊട്ട. വാടാ, നമുക്ക് ഈ വണ്ടി കയറി പോവാ. നമുക്ക് പഞ്ചായത്ത് ഓഫീസിലോട്ട് പോവാ. സുനാമി എന്ന സീനാണ്. എടാ, അത് കഴിഞ്ഞ 2 കൊല്ലമായിട്ട് പോമാര് ഇതന്നെ പറഞ്ഞോണ്ട് കിടക്കണത്. എന്നിട്ട് ഇതുവരെയായിട്ട് ഇവിടെ സുനാമി പോയിട്ടൊരു പറയുന്നില്ല, ഒന്നും വന്നിട്ടില്ല. വന്നേ നമുക്ക് വീട്ടിലോട്ട് പോയി സമയം. A few moments later. ഗൈസ്, നമ്മളിവിടെ ബീച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ സുനാമി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ്. എന്താ അവിടെ വെള്ളം കാണുന്നുണ്ട് ഗൈസ്. അതെന്താന്ന്, ഇവിടെ മൊത്തം വെള്ളം വന്നല്ലോ. ഇപ്രാവശ്യം അവര് പറഞ്ഞ ന്യൂസ് ശരിയാണല്ലോ. വണ്ടി തിരിച്ചിട്ട് നമുക്ക് ആ സൈഡിലിട്ട് നോക്കി വെക്കാം. ഡീലൊക്കെ അതാ വെള്ളം വന്ന്. ഈ കാര്യം നിന്റെ നമ്മളറിഞ്ഞില്ലല്ലോ. നമ്മളെ ബീച്ച് ഹൗസ് ഒക്കെ മുങ്ങി ഗൈസ്. അതാ കാണുന്നതാണ് നമ്മളെ ബീച്ച് ഹൗസ് ഒക്കെ, അതൊക്കെ മുങ്ങി പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തിട്ട് ഷിൻചാനൊന്ന് പോയി സേഫ് ആക്കാം. നമ്മളവിടെ ഇപ്പൊ തന്നെ വെള്ളം പൊങ്ങും. അവിടെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇപ്പൊ ഇത്രക്കും വെള്ളം പൊന്തുന്നു ഞാൻ വിചാരിച്ചില്ല. ഞാൻ അന്നത്തെ പോലെ പറ്റിക്കേസാ വിചാരിച്ചിട്ട് ഇരിക്കരുന്നു. നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാ. ഇനിയിപ്പോ ചിന്തിച്ച് നിൽക്കാധികം സമയമില്ല. വേഗം പോവാ വീട്ടിലോട്ട്. വേഗം പോടാ വണ്ടി. അതൊക്കെ പിന്നെ പറയുന്നത്. നീ വേഗം പോയോ ഗൈസ്. നമ്മളെ വീടിന്റെ ഉടക്കൊക്കെ ആകെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മളെ വീടിന്റെ അപ്പുറത്തെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്, അതെടുത്തിട്ട് നമുക്ക് പോവാ ഇവിടുന്ന്. നമ്മളെ തന്നെയാണ് ഗൈസ്. നമ്മളിവിടെ വെക്കാസല്ലാത്തോണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചതാണല്ലോ. അവിടെ ഷിൻചാനൊന്ന് വാടാ. ചെക്കൻ എവിടെ? എനിക്ക് മതിൽ ചാടാൻ അറിയില്ലേ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്താലോ. പിന്നെ എവിടെയാണാവോ. ചിലപ്പോ ഇങ്ങനെ അപ്പുറത്ത് കൂടെ ചാടി വന്നിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും വീണ്ടും അങ്ങനെ തന്നെ ചാടി നോക്കി വെക്കാം. അതാ നിക്കണ കള്ള ഷിൻചാൻ. ഒന്ന് ഞാൻ വാടിച്ചെടുക്കാം. ഒന്ന് വണ്ടി ഒന്ന് കേറി ഹെലികോപ്റ്റർ ഒന്നും എടുത്തിട്ട് പോട്ടെ കൈസ് വിടുന്നു. അതൊക്കെ എനിക്കിപ്പോ കാണിച്ചരം നോക്കി അങ്ങോട്ടേക്ക് ചെയ്. കടൽ ഇങ്ങോട്ടേക്ക് വന്നതല്ല, ഇതാണ് സുനാമി. ഇപ്രാവശ്യം സുനാമി ഉണ്ട്. ഞാൻ പറഞ്ഞ എന്തായാലും തെറ്റടാ.
ഇപ്രാവശ്യം സുനാമി വന്ന് കേസ് നമ്മള് സിറ്റിയിലൊക്കെ ആകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കണ്. ഇതൊക്കെ കേസ് നമ്മള് നേരത്തെ അവിടെ വരെ പോയി വന്ന് നോക്കിയപ്പോ അധികം വെള്ളം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് നമ്മള് വീടിന്റെ ഭാഗത്തൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇവിടുത്തെ വീടുകളൊക്കെ ഏകദേശം മുങ്ങിട്ടാ. അവരൊക്കെ ഒന്നിന് പോയിണ്ടാവുന്നതാണ്. ഇനിയിപ്പോ എവിടേക്ക് പോകും കേസ്? നമുക്ക് നല്ലൊരു ഉയർന്ന ബിൽഡിങ്ങിന്റെ മേലോട്ട് പോയി സേഫ് ആയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ സീനാണ്. ഇവിടുന്ന് അധികം നേരം ഹെലികോപ്റ്റർ ഓടിച്ച് പോവല് സേഫ് അല്ല. ഇതില് ഫ്യൂലും കുറവാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് വിട്ടായിരുന്നു ഗൈസ്. ഇവിടെ കണ്ട മൊത്തം വെള്ളത്തിൽ മുങ്ങിയിരിക്കാണ്. ഇനി മുങ്ങാന് കുറച്ചും കൂടി സ്ഥലമൊക്കെ ബാക്കി എടുക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ മുങ്ങി ആകെ സീനാവും. ആ റോഡ് ഹൈവേലൊന്നും ഒരാളില്ല. ഒക്കെ പോയി തോന്നുന്നു ഇവിടുന്ന്. നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഉയരുള്ള സ്ഥലത്തോട്ട് പോവാം, അല്ലെങ്കിൽ സീനാവേ. ഇവിടെ ഇപ്പൊ ഗൈസ് നമ്മള് തൽക്കാലം ഇപ്പൊ നോക്കാൻ വേണ്ടിട്ട് ഒരു വീടിന്റെ മേലെ കയറിയതാണ്. ഇതൊക്കെ ഇവിടൊക്കെ ഏകദേശം വെള്ളം വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ചൊക്കെ മുങ്ങാനുണ്ട്. അവിടെ കണ്ട കുറെ വീടുകൾ മുങ്ങിയെടുക്കണ കണ്ട ഗൈസ്. ഇവിടെ ഇപ്പോഴും ഇത് തെരടിച്ചോണ്ടിരിക്കാണ്. പക്ഷെ എന്താ ചെയ്യാ ഗൈസ്? ഇവിടെ റോട്ടിലൊക്കെ ആകെ ഇപ്പൊ വെള്ളം എടുക്കും. നമുക്ക് ഹെലികോപ്റ്റർ കയറിയിട്ട് ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മുങ്ങാം. അല്ലെങ്കിൽ ഈ വീടും കുറച്ച് കഴിഞ്ഞാൽ മുങ്ങും ഗൈസ്. നമുക്ക് ഇത്തിരി കൂടിയും ഉയരുള്ള സ്ഥലത്തോട്ട് പോവാം. ഇവിടെ ഷിൻചാനൊന്ന് വന്ന് വണ്ടി കയറി ഹെലികോപ്റ്റർ കയറിയിട്ടേ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാം. ഇവിടെ സേഫ് അല്ല. ഇവിടെ അത്രക്ക് സേഫ് അല്ല ഗൈസ്. നമുക്ക് നേരെ വേറെ എവിടേക്കെങ്കിലും പോയിട്ട് നിൽക്കാം. കണ്ട ഗൈസ് ഇവിടെ ആകെ മുങ്ങി. ഇപ്പൊ നോക്കി നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കിയാൽ ഇവിടെ നിന്നുള്ള വ്യൂ ആകെ മുങ്ങി. പക്ഷെ എന്താ ചെയ്യ, ഇവിടെ റോഡിന്റെ പകുതി മുക്കാലൊക്കെ മുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ടവർ കാണുന്നുണ്ട്. ആ ടവർ അടക്കം മുങ്ങി. നിങ്ങളൊരു കാര്യം ചെയ്തില്ല നമുക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്നാലും ഈ സുനാമി ഇവിടെ നിന്ന് പോവുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടാ. ഓക്കെ, ഫൈനലി ഗൈസ് നമ്മൾ ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ മേലോട്ട് എത്തിയിട്ടുണ്ട്. വലുതെന്ന് വെച്ചാൽ ഇതിനായിട്ട് വലുതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ തൽക്കാലം ഇത് മതി. വെള്ളപ്പാണെങ്കിലും ഇതിന്റെ പകുതി മുക്കാൽ വരും. അപ്പൊ നമുക്ക് അതിന്റെ മേലോട്ട് പോവാം. അപ്പൊ നമ്മള് അധികം റിസ്ക് എടുത്ത് അതിന്റെ മേലോട്ട് പോകുന്നില്ല. നമ്മളെ ഹെലികോപ്റ്ററിന്റെ സിഗ്നലൊക്കെ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിർത്തിയത്. നല്ല കാറ്റും മഴയാണ് ഗൈസ്. എന്താ ചെയ്യാ? നമ്മളെ വീടൊക്കെ ഇപ്പൊ മുങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോ ആ വഴിക്കാ വന്നത്. അതൊക്കെ പോവാടാ. നല്ലൊരു വെയിലുദിച്ചതൊക്കെ പോവും, പറ്റിപ്പോവും. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേക്ക്. റോഡ് ടു 100K ആണ് നമ്മളെ ഫാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.